ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും A to Z ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ മിക്കവരെയും ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുഴിനഖമാണ്. കുഴിനഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ശരിക്കും നമ്മുടെ നഖത്തിന് ചുറ്റുമുള്ള തൊലിയിൽ നീര് വന്നിട്ട് നല്ല വേദനയും പഴുപ്പൊക്കെ, അതുപോലെ തന്നെ നല്ല മണവും നിറഞ്ഞ സ്രവം തങ്ങി നിൽക്കും. അങ്ങനെ തങ്ങി നിന്ന് നമ്മുടെ നഖത്തിന് നല്ലോണം കേടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ കുഴിനഖം. ഇത് ശരിക്കും നമ്മുടെ കാലിൻ്റെ തള്ളവിരലിനെയാണ് കൂടുതലും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ കൈയുടെ വിരലിലും ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട് മിക്കവർക്കും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ടിപ്സൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കുഴിനഖം പാടെ അകറ്റാം. ഒന്നാമത്തെ കാര്യം, ഒരു പാത്രത്തിൽ കുറച്ച് ചെറു ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് നമ്മളെ കുഴിനഖമുള്ള കയ്യിലാണോ കാലാണെന്ന് വെച്ചാൽ അത് അതിൽ മുക്കി വെക്കണം. ഒരു 10 മിനിറ്റ് മുക്കി വെക്കുക. ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു പാത്രത്തിൽ കുറച്ച് ചെറു ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് വിനാഗിരി ഒഴിക്കണം. കുഴിനഖമുള്ള നമ്മുടെ കാലുകൾ അതിൽ മുക്കി വെക്കണം. ഒരു 10-15 മിനിറ്റ് മുക്കി വെക്കണം. ഇനി അടുത്തത്, നമ്മുടെ നാട്ടിലൊക്കെ നല്ലോണം കിട്ടുന്ന ഒരു സാധനമാണ് ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് ചെറു ചൂടോടെ നമ്മുടെ കുഴിനഖമുള്ള വിരൽ ധാരധാരയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നാലാമത്തത്, പച്ചമഞ്ഞൾ വേപ്പെണ്ണ ചേർത്ത് നല്ലോണം അരയ്ക്കണം. എന്നിട്ടത് കുഴിനഖത്തിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ഇനി അടുത്തത്, നമ്മൾ രാത്രി കിടക്കാൻ നേരം കുഴിനഖമുള്ള വിരലിൽ 2-3 തുള്ളി തേൻ ഇറ്റിച്ചിട്ട് ആ ഇറ്റിച്ച വിരലിൽ കോട്ടൺ തുണി കൊണ്ട് ചുറ്റി കൊടുക്കണം. എന്നിട്ട് രാവിലെ അഴിച്ച് കളയണം. ഒരാഴ്ച ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ഇനി അടുത്തത് കൂനൻപാറയാണ്. കൂനൻപാറയുടെ കറ ദിവസവും ഒരു പ്രാവശ്യം കുഴിനഖത്തിൻ്റെ മേളിൽ ഇറ്റിച്ചു കൊടുക്കണം. ഒരാഴ്ച ചെയ്യുക. ഇനി നെക്സ്റ്റ്, നമ്മുടെ മൈലാഞ്ചിയും അതോടെ തന്നെ പച്ചമഞ്ഞളും കൂടി അരച്ചിട്ട് നമ്മുടെ കുഴിനഖമുള്ള വിരലിൽ ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കണം. കുഴിനഖത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് ചെറുനാരങ്ങ നീര് കുഴിനഖമുള്ള വിരലിൽ ഇറ്റിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്തത്, കത്തി നിൽക്കുന്ന നിലവിളക്കിൻ്റെ തിരിയിലൂടെ എണ്ണ കുഴിനഖത്തിലേക്ക് ധാരധാരയായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് എരിക്കിൻ പാലാണ്. എരിക്കിൻ പാല് കുഴിനഖമുള്ള വിരലിൽ ഇറ്റിച്ചു കൊടുക്കണം. ഇനി അടുത്തത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ നീരും പച്ചമഞ്ഞളും കൂടി കുഴിനഖമുള്ള വിരലിൽ അരച്ചിട്ട് കൊടുക്കണം. ഇനി അടുത്തത് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ വേപ്പെണ്ണയിൽ അരച്ചിട്ട് കുഴിനഖമുള്ള വിരലിൽ ഇട്ട് കൊടുക്കണം. ഇനി അടുത്തത്, കുഴിനഖത്തിന് ഏറ്റവും നല്ല റിസൾട്ട് വരുന്ന ഒരു മരുന്നാണ്. നമ്മുടെ തേക്കിൻ്റെ തളിരില ഉണ്ടല്ലോ, ആ തേക്കിൻ്റെ തളിരില എടുത്ത് നല്ലോണം അരച്ചിട്ട് കുഴിനഖമുള്ള വിരലിൽ ഇട്ട് കൊടുക്കണം. അതായത് ഒരു ദിവസം 2 നേരം ഇട്ട് കൊടുക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കുക. വിരലിൽ പൊതിഞ്ഞ് വെക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 4 ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുഴിനഖം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. അത് ഒരു 2 നേരം വെച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ FB പേജായ മൈ ഹോം ടിപ്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും താങ്ക് യു.